നമസ്കാരം. നമ്മളെ ഈ ആഴ്ചത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഹോണ്ട CB200X ആണ്. CB200Xൻ്റെ ഒരു ലോഞ്ച് വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ കുറച്ച് ദിവസം ഓടിച്ച ആ ഒരു റൈഡ് എക്സ്പീരിയൻസും നമ്മൾ ചെറിയൊരു ഓഫ് റോഡൊക്കെ ചെയ്യാൻ പോയി, ഒരു അഡ്വഞ്ചർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ആൻഡ് വാട്ട് ആർ ദ പ്രോഡക്ട്സ് വി ആർ ഗോയിങ് ടു ഡെവലപ്പ് അല്ലേ. CB200 ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഒരു വ്ളോഗായിരിക്കും. കാരണം ആ പ്രോഡക്ട്സുകളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ ലോഞ്ച് വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ റൈഡ് എക്സ്പീരിയൻസും ഓട്ടോമൊബൈൽ റിവ്യൂ, ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ റിവ്യൂ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പലരും ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇൻട്രോ ആയിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. നമ്മളെ ചാനലിൽ യൂഷ്വലി ഓട്ടോമൊബൈൽ റിവ്യൂ അല്ല, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ റിവ്യൂ അല്ല ചെയ്തു വരുന്നത്. നമ്മളെപ്പോഴും ചെയ്തു വരുന്നത് ബാൻഡിഡോസിൻ്റെ പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബാൻഡിഡോസിൻ്റെ ആക്ടിവിറ്റീസ്, നമ്മൾ അഡ്വഞ്ചർ റൈഡിങ്ങും റേസുകളെ കുറിച്ചൊക്കെയാണ് നമ്മളെ പല വീഡിയോസും. നിങ്ങളുടെ കയ്യിലുള്ള മോട്ടോർ സൈക്കിൾ ഏതുമാവട്ടെ, ദ പ്രൊഡക്ട്സ് വാട്ട് വി ഹാവ്, ആ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലാണ് നിങ്ങൾക്ക് പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരി നിങ്ങളിപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടോർ സൈക്കിൾ റിവ്യൂ വേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ ഒരുപാട് പേര് അത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ ഒരു CB200ൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ല. പക്ഷേ ഒരു എൻട്രി ലെവലിൽ വരുന്ന ആളുകൾക്ക് ആ ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 1,74,000 രൂപക്ക് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ടൂറിങ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഈ ഒരു പറയുന്ന CB200X തന്നെയാണ്. കാരണം ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഡ്വഞ്ചർ ചെയ്ത സമയത്തും പല സ്ഥലങ്ങളിൽ എനിക്ക് പ്രശ്നങ്ങൾ തോന്നി. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈൽഡായിട്ടുള്ള അഡ്വഞ്ചർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് എൻട്രി ലെവലിൽ വരുന്ന ആളുകൾക്ക് അത് ആപ്റ്റാണ് ആ ഒരു ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ. മാത്രമല്ല ഒരു എക്സ്പൾസ് ആയിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സ്പൾസ് എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവൽ മോട്ടോർ സൈക്കിളാണ്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ താരതമ്യപ്പെടുത്താൻ പാടില്ല. രണ്ടിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ CB200 എനിക്ക് ടൂറിങ് ചെയ്യുന്ന സമയത്ത് ഒരു 100-ലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മിഡ് റേഞ്ചിലൊക്കെ എനിക്ക് നല്ല ഫീലാണ്. ഹോണ്ട എപ്പോഴും ആ ഒരു റിഫൈൻഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റൈഡിങ് കംഫർട്ടിലൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ടൂറിങ്ങിനൊക്കെ ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വഞ്ചറിൻ്റെ കേസിലാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു അഡ്വഞ്ചർ അല്ല, ഒരു മൈൽഡായിട്ടുള്ള കളികളൊക്കെ നമുക്ക് അതിൽ കളിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു ബീറോളുകളായിട്ട് ഷോട്ടുകൾ കാണിക്കുന്നതും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ആർ ദ പ്രോഡക്ട്സ് വി ആർ ഗോയിങ് ടു ഡെവലപ്പ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് കേട്ടോ. ഞാൻ ഈ ലൊക്കേഷൻ നെയിം പറയുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്താണെന്ന് പറയുമ്പോൾ അവിടെ പിന്നെ അത് അനധികൃതമായി കയറി അവിടെ പെർമിഷൻ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അറിയാത്തവർ കണ്ടുപിടിക്കും, അറിയേണ്ടവർ കമന്റ് ബോക്സിൽ അറിയിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് നിർത്തി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ CB200Xന്റെ പ്രൊഡക്ട്സ് വി ബാൻഡിഡോസ് ടീം is going to develop എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാനാണ്. നമ്മൾ ബൈക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡെലിവറി എടുത്ത അന്ന് എനിക്ക് റൈഡിങ് ഷോട്ടുകളൊന്നും ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കപ്പിൾ ഓഫ് ഡേയ്സ് ഐ വാസ് റൈഡിങ്. നല്ല ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഫ് റോഡിങ് ഒരുപാട് ചെയ്തു. ഈ ഒരു സ്പേസിൽ തന്നെ നമുക്ക് ഒരുപാട് ഓഫ് റോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ഓഫ് റോഡ് ചെയ്തു. ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാക്കി. അതും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണ് എന്ന് കമ്പനി അവകാശപ്പെടുമ്പോഴും നമ്മളെ ഫീൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയിക്കേണ്ടത് അതൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു റൈഡിങ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്പേസിൽ ഓടിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ഒട്ടനവധി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ ആ ലോഞ്ച് ഡേയിൽ തന്നെ ഒരു ഫസ്റ്റ് ലുക്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ ഇനിയിപ്പോൾ റൈഡ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും ഇനി ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ സ്പീഡായിട്ട് ഞാൻ അന്ന് പറഞ്ഞ ഈ ഒരു മോട്ടോർ സൈക്കിൾ അപ്പീൽ ലുക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മളെ ബാൻഡിഡോസ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചും കൂടുതലായിട്ട് പറയാം.
ബിഫോർ ഐ കം ടു CB200X, ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും എൻ്റെ CB500Xൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നു. സോ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആക്സസറീസ് വോട്ട് വി ഹാവ് ഡെവലപ്പ്, ആ ഒരു മോട്ടോർ സൈക്കിളുടെ ഫീൽ എന്താണ് എന്ന് പറയുന്നതൊക്കെ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണാത്തവർ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് പോയി കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു CB200X എന്ന് പറയുന്നത് CB500Xൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഹോണ്ടയുടെ ആഫ്രിക്കൻ ടിൻ പോലത്തെ മോട്ടോർ സൈക്കിളിൻ്റെ ഒരുപാട് എലമെന്റ് ഇതിലേക്ക് കമ്പനി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹോണ്ട CB500Xന്റെ ഒരു യങ് സിബ്ലിംഗ് എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ. സിസിന്റെ കാര്യത്തിലേക്കാണെങ്കിൽ നമുക്കറിയാം ഒരു 184cc 200cc പറയെങ്കിൽ ഒരു 184cc മോട്ടോർ സൈക്കിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ CB500 കമ്പയർ ചെയ്യരുത്. ഞാൻ പറയുന്നത് നമ്മൾ കാണുന്ന സമയത്ത് CB500ന്റെ പല എലമെന്റും അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് CB200X എന്ന് പറയുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,74,000 ആണ് നമ്മളിത് വാങ്ങിയത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു നല്ല അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. ഇനി നിങ്ങളിതൊരു എക്സ്പൾസൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ എക്സ്പൾസിനാണ് പറയുന്നതെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നത് എക്സ്പൾസിനുള്ള അഡ്വാൻറ്റേജ് എക്സ്പൾസിന് മാത്രമാണ്. ഹോണ്ട CB200Xൻ്റെ അഡ്വാൻറ്റേജ് CBX തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് മോട്ടോർ സൈക്കിളും നെക്സ്റ്റ് ലെവൽ മോട്ടോർ സൈക്കിളാണ്. രണ്ട് ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. സോ ഒരിക്കലും നിങ്ങൾക്കത് അതിനോട് കോമ്പറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം. പല ചർച്ചകളും അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അറൗണ്ട് 30,000 ഡൗൺ പേയ്മെൻറ്റിൽ പിന്നീട് നിങ്ങൾക്ക് ലോണോട് കൂടിയിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ലുക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പല ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ആഫ്രിക്കൻ ട്വിന്നിൻ്റെ ലുക്ക് പല സ്ഥലത്തു നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല GSൻ്റെ ഒരു ചെറിയ ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മെയിനായിട്ട് ഇതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്ന് ഫീൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള കാരണം നമ്മളെ USD ഫോക്കനാണ്. ഹോർണറ്റിന് വരുന്ന ഫോക്കൻ ആണെങ്കിൽ കൂടെ ഈ ഒരു ഫയറിങ്ങിലേക്ക് വളരെ സ്യൂട്ടബിൾ ആയി, അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഫയറിങ് ആയതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ കളർ USD ഫോക്സ് ശരിക്കും ഈ ഒരു ബൈക്കിന് അഡ്വാൻറ്റേജ് ആയി എന്ന് വേണം പറയാൻ. പ്രധാനമായിട്ടുള്ളൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു നമ്പർ പ്ലേറ്റ് നമുക്ക് ഈ പൊസിഷൻ ഫയറിങ്ങിനോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് മാറ്റി മഡ് ഗാർഡിനോട് ചേർന്നിട്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലുക്കിൽ നല്ല വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ആ ഹെഡ്ലൈറ്റിലേക്ക് നല്ല നിങ്ങളെ ലൈറ്റിൻ്റെ ത്രോ നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്കൊരു നല്ല ഹെഡ്ലൈറ്റ് ഗ്രില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫയറിങ്ങിൻ്റെ മുകളിൽ വന്നിട്ടുള്ള വിൻഷീൽഡ് ഒരു ഷോർട്ട് വിൻഷീൽഡ് ആണ് ഈ ഒരു കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പരിധി വരെ വിൻ ബ്ലാസ്റ്റ് ഒന്നും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കൂടെ കുറച്ചും കൂടെ ഒരു ലോങ് വിൻഷീൽഡ് കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റൈഡറിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് ഓടിച്ചു വരുന്ന അത്രയും കിലോമീറ്റേഴ്സ് ഞാൻ ഫുൾ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് ഓൺ ദ റോഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടെ ഒരു ലോങ് വിൻഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ എനിക്ക് ഇത് മൾട്ടിപ്പിൾ ഡിസൈനിൽ കളർ വാരിയൻസിലും വിൻഷീൽഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഹാൻഡ് ഗാർഡ് ശരിക്കും പറഞ്ഞാൽ കമ്പനി കൊണ്ടുവന്നു, നല്ലൊരു ABS ഹാൻഡ് ഗാർഡ് തന്നെയാണ്. ഈ ഹാൻഡ് ഗാർഡിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരുപാട് ഹാൻഡ് ഗാർഡുകളൊന്നും ഇതിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഇൻബിൽഡ് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സും കൂടെ കമ്പനി ഈ ഒരു തവണ CB200 വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഹാൻഡ് ഗാർഡ് ഇസ് മോർ ഇനഫ്. അതല്ല, ഇനി നിങ്ങൾ പറയുകയാണ് മൾട്ടിപ്പിൾ കളർ വാരിയൻസിലും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസൈനിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് റെഡ് കളർ ചൂസ് ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്പോർട്സ് റെഡാണ്. തീർച്ചയായിട്ടും അതൊരു ആഫ്രിക്കൻ ട്വിന്നിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ഇതന്നെ മതിയെന്ന് എൻ്റെ ടീമിനോട് പറഞ്ഞത്. വി വിൽ ഗോ ഫോർ ദ റെഡ് കളർ. സ്പോർട്സ് റെഡ് നല്ല ഇംപ്രസീവ് റെഡാണ്. പല ആംഗിളിൽ നിന്നും ഇതൊരു ബിഗ് ബൈക്ക് ഫീല് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു വൈറ്റ് എലമെൻറ്റും ഈ ഒരു ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കളർ കോമ്പിനേഷനാണ് ഈ ഒരു ബൈക്ക് ബിഗ് ബൈക്ക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം. അതുകൊണ്ടാണ് ഞാൻ റെഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. അലോയ്സിൻ്റെ കാര്യത്തിലേക്കാണെങ്കിൽ 17 സൈസ് അലോയാണ് വരുന്നത് കേട്ടോ. അഡ്വഞ്ചർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു അലോയ്സ് മാറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ കമൻസിനനുസരിച്ചാണ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പോക്സ് വീല് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഏത് ടെറൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം, ഏത് ജമ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അലോയ് വീലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതൊരു റിസ്ക് ആണ് അങ്ങനെയുള്ള ഒരു അഡ്വഞ്ചർ ചെയ്യുന്നത്. സോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ കമൻസ് വി ക്യാൻ ഡെവലപ്പ്. തൊട്ട് ആ ഒരു ഹാൻഡിൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ കമ്പനി തന്നെ ഒരു അപ്രൈറ്റ് റൈഡിങ് പോസ്റ്ററുള്ള ഹാൻഡിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു നല്ല റൈഡിങ് പോസ്റ്ററിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഓടിക്കുന്ന സമയത്തും എനിക്ക് ഇരുന്നിട്ട് ഓടിക്കുന്ന സമയത്തും ഒക്കെയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈഡിങ് പോസ്റ്റർ
എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയിട്ടായിരിക്കും നമ്മളൊരു അപ്രൈറ്റ് റൈഡിങ് പോസ്റ്റർ തന്നെ കിട്ടണം. കുറച്ചും കൂടെ ഹാൻഡിൽ ബാർ റേസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വിസിബിലിറ്റി കറക്റ്റായിട്ടുള്ള ഒരു വിസിബിലിറ്റിയും ആ റൈഡിങ് പോസ്റ്ററും ബൈക്ക് കംപ്ലീറ്റ് നമ്മളെ കയ്യിൽ ഹോൾഡ് ചെയ്ത ഫീല്, ആ ഒരു കംഫർട്ട്, ആ ഒരു ധൈര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ഹാൻഡിൽ ബാർ റേസർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത. സോ തീർച്ചയായിട്ടും നല്ലൊരു ഹാൻഡിൽ ബാർ റേസർ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹാൻഡിൽ ബാർ റേസർ കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പല വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ക്രാഷ് ഗാർഡ് എന്നുള്ളത് അല്ലേ. ക്രാഷ് ഗാർഡ് അപ്പർ ക്രാഷ് ഗാർഡായിട്ട് വരുന്നുണ്ട്, ലോവർ ക്രാഷ് ഗാർഡായിട്ട് വരാനാണ് നമ്മൾ പ്ലാൻ. അപ്പർ ക്രാഷ് ഗാർഡ് നമ്മൾ ഫയറിങ്ങിന് കംപ്ലീറ്റ് ഇതൊരു ബിഗ് ഫയറിംഗ് ആണ് അല്ലേ, ഒരു ബ്രോഡർ ഫയറിംഗ് ആണ്. സോ ഇതിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ക്രാഷ് ഗാർഡ് നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരണം. അപ്പർ ക്രാഷ് ഗാർഡായിട്ടും എൻജിൻ സൈഡിലേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോവർ ക്രാഷ് ഗാർഡും. സോ നിങ്ങൾ ഈ രണ്ട് സൈഡും വളരെ കറക്റ്റായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഡിസൈനിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും മൈൽഡ് സ്റ്റീലിലൊക്കെ പല ക്വാളിറ്റിയിൽ നമുക്ക് പല ഡിസൈനിൽ ഈ ഒരു ക്രാഷ് ഗാർഡുകൾ ഡെവലപ്പ് ചെയ്യാനാണ് R&D ടീം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടിയിലൊരു ബാഷ് പ്ലേറ്റ് ABSൻ്റെത് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ ഈ ഒരു ടെറൈൻ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്തോ അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്തോ ഒരു പ്രൊട്ടക്ഷൻ കാര്യമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അതൊരു കല്ലിൽ പോയി തട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രേക്ക് ആവും. നല്ലൊരു ABS ആണ്, പക്ഷേ ഹാർഡ് കോർ അഡ്വഞ്ചർ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും അല്ലേ, നമ്മൾ വെറുതെ ഒരു ചെറിയ ചെളിയിലൂടെ ഇങ്ങനെ എടുത്ത് അത് ഫോട്ടോ എടുത്തിടാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സറിഞ്ഞ് ഒരു ഓഫ് റോഡ് ചെയ്യുന്ന ആളുകളാണ് പലരും. അങ്ങനെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ടെറൈനിലൊക്കെ ഹാർഡായിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല അവിടെ കല്ലുണ്ടോ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എൻജിന് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആ ഇമ്പാക്റ്റ് എന്നൊക്കെ ഒഴിവാക്കാനാണ് ബാൻഡ് ഡോസ് ഒരു നല്ല ബാഷ് പ്ലേറ്റ്, കംപ്ലീറ്റ് എൻജിൻ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ബാഷ് പ്ലേറ്റ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ABSൻ്റെത് മാറ്റി നമുക്ക് അങ്ങനെയുള്ള ഒരു ബാഷ് പ്ലേറ്റ് വെക്കൽ വളരെ നിർബന്ധമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രാഷ് ഗാർഡിനെ കുറിച്ച് സംസാരിച്ചു. ഫ്രണ്ട് സൈഡിൽ ഇപ്പോൾ ഒരുവിധം, അതായത് ഈ ഒരു ഭാഗത്ത് കാണുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പിന്നീട് നമ്മളിനി ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്രോഡ് സീറ്റ് തന്നെയാണ്, സ്പ്ലിറ്റ് സീറ്റാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ലോങ് ടൂറിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു ചെറിയ സപ്പോർട്ട് റൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും. മാത്രമല്ല കുറച്ച് ഈ ഒരു സൈഡിലേക്ക് ഷാർപ്പായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കാലൊക്കെ ഹോൾഡ് ചെയ്യാനും ബാലൻസ് ചെയ്യാനൊക്കെ കംഫർട്ട് ഉണ്ടാവും. ഇനി അതിലും കൂടുതലായിട്ട് റൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ജെൽ സീറ്റുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളെ കംഫർട്ട് അനുസരിച്ച് ഓരോ നീഡ് അനുസരിച്ചിട്ടാണ് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് സൈഡിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ടാങ്ക് നോക്കുകയാണെങ്കിൽ 12 ലിറ്റർ കപ്പാസിറ്റിയാണ്, പെട്രോൾ കപ്പാസിറ്റിയാണ് വരുന്നത്, ഫ്യൂൽ കപ്പാസിറ്റിയാണ് വരുന്നത്. മാത്രമല്ല ഹോർണറ്റിൻ്റെ സെയിം തന്നെയാണ് ടാങ്ക് വരുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ഫയറിങ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ ലുക്കാക്കി എന്ന് വേണം പറയാൻ. ഈ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്രോഡ് ഗ്രാബ് റെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രാബ് റെയിലിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളെ ലഗേജുകളൊന്നും കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാഡിൽ സ്റ്റേ വേണ്ടതായിട്ടുണ്ട് അല്ലേ. സാഡിൽ സ്റ്റേ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഒരുപാട് ലഗേജുകൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ സാഡിൽ ബാഗുകളിലൊക്കെ ലഗേജുകൾ ഉണ്ടാകുമ്പോൾ സാഡിൽ ബാഗ് ഇവിടെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മോട്ടോർ സൈക്കിൾ ടയേഴ്സിൻ്റെ അകത്തേക്ക് പോയിട്ട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സോ ബൈക്കിൻ്റെ ഒരിക്കലും ആ ഒരു ലുക്ക് നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്ക് നല്ല സാഡിൽ സ്റ്റേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലഗേജുകളൊക്കെ സേഫായി നിർത്താൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾ ഒരുപാട് പില്യൺ റൈഡേഴ്സ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കുക അല്ലേ. നമ്മളെ പിന്നിൽ ഒരാൾ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ്, നമ്മളെ പാരൻസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ ഗേൾ ഫ്രണ്ട് ആവട്ടെ, നിങ്ങളെ വൈഫ് ആവട്ടെ, ഹൂഎവർ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് ഒരു ബാക്ക് റെസ്റ്റ് ആണ്. കാരണം ഈ ഒരു ഗ്രാബ് റെയിലിൽ സപ്പോർട്ടിംഗ് ആയിട്ടൊന്നുമില്ല, നമ്മൾ പിടിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിലൊക്കെ വീഴാനുള്ള സാധ്യത ഉണ്ട്. സ്പ്ലിറ്റ് സീറ്റാണ്, കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ അവർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് നിങ്ങളുടെ പിന്നിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബാക്ക് റെസ്റ്റുകൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്ക് റെസ്റ്റിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ലഗേജ് വെക്കാൻ നിങ്ങൾക്ക് മറ്റൊരു സ്പേസ് ഒന്നുമില്ല അല്ലേ. നമ്മളിതൊരു ലോങ് ടൂറിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് കാരിയറും കൂടെ വേണ്ടതായിട്ടുണ്ട്. ബാക്ക് കാരിയർ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ലഗേജുകൾ നമ്മളെടുത്ത് ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ നമ്മൾ സാഡിൽ സ്റ്റേ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബാഗുകൾ ഇവിടെ വെച്ച് നമ്മൾ റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷേ അതിലും കൂടുതൽ 2 പേര് ലഗേജൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസത്തെ യാത്ര ആണെങ്കിൽ ബാക്ക് കാരിയർ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണം. ബിക്കോസ് ആ ഒരു ബാക്ക് കാരിയറിലാണ് നമ്മളെ കയ്യിലുള്ള സെക്കൻഡ് ബാഗും
തേർഡ് ബാഗൊക്കെ നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഡിസൈനിലുള്ള ലെഗൻഡറി കസ്റ്റംസിൻ്റെതോ GB റേസിങ്ങിൻ്റെതോ ഏത് ബ്രാൻഡ്സിലായാലും നല്ല ഡിസൈനോട് കൂടി വരുന്ന ക്വാളിറ്റി ബാക്ക് കാരിയറും കൂടെ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പല ക്ലൈമറ്റിലും പല ടെറൈനിലും മോട്ടോർ സൈക്കിൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്ന ആളുകളാണ് അല്ലേ. പല സ്ലഷി ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിലും ഈ ഒരു സൈഡ് സ്റ്റാൻഡ് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളായി എന്ന് വേണം പറയാൻ സാധിക്കില്ല. കാരണം അത് ചെറിയ സ്ലഷ് ആണെങ്കിൽ, ചെളി കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് അപ്പുറത്തേക്ക് ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോട്ടോർ സൈക്കിൾ താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ, മൾട്ടിപ്പിൾ ടെറൈനിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ബാൻഡിഡോസ് ഒരു ബ്രോഡ് സൈഡ് സ്റ്റാൻഡ് ബേസ് ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ പെർപ്പസ് മീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് ടെറൈനിൽ കൊണ്ടുപോയി നിങ്ങളെ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സൈഡ് സ്റ്റാൻഡ് ബേസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ ഗാർഡ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് മോട്ടോർ സൈക്കിൾ താഴെ വീഴുകയാണെങ്കിൽ കല്ലുകളൊക്കെ തട്ടി മാസ്റ്റർ സിലിണ്ടറിന് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഡിസൈനോട് കൂടി വരുന്ന മാസ്റ്റർ സിലിണ്ടർ ഗാർഡ് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെൻ വി കം ടു ദി റിയർ സൈഡ്, ഒരു ഹോർനെറ്റിൻ്റെ സെയിം തന്നെയാണ് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ഫ്രണ്ട് സൈഡ് വളരെ അഗ്രസീവ് ആണെങ്കിൽ ബാക്ക് സൈഡ് കുറച്ച് മിനിമലായി പോയി എന്ന് വേണം പറയാൻ. പക്ഷേ നല്ല ഒരു ടെയിൽ ടൈഡി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്രണ്ട് സൈഡിൽ കണ്ട അതേ അഗ്രസീവ്നെസ് നമുക്ക് ബാക്ക് സൈഡിലേക്കും കൊണ്ടുവരാം. പക്ഷേ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചെളി തെറിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ സ്ലഷി ആയിട്ട് അല്ലെങ്കിൽ മഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ പിന്നിലിരിക്കുന്ന ആളെ ബാക്ക് സൈഡൊക്കെ കംപ്ലീറ്റ് ചെളി തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ നല്ലൊരു ടയർ ഹഗ്ഗറും കൂടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ചെളി തെറിക്കുന്നതിൻ്റെ ഒരു പരിഹാരമായി. പിന്നെ ടെയിൽ ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതായിട്ടില്ല. ഒരു LED ടെയിൽ ലൈറ്റ് ആണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു LED തന്നെയാണ് എല്ലാ ഭാഗത്തും വന്നിട്ടുള്ളത് കേട്ടോ. LED ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. പക്ഷേ ഇൻഡിക്കേറ്ററിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല വിസിബിലിറ്റി ഉള്ള നല്ല ഓപ്ഷനോട് കൂടി വരുന്ന, നല്ല ഡിസൈനോട് കൂടി വരുന്ന LED ടെയിൽ ലൈറ്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു മോട്ടോർ സൈക്കിൾ ആരൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു മിനിമൽ ഹൈറ്റ് കുറവുള്ള ആളുകൾക്ക് ഈ ഒരു ADV മോട്ടോർ സൈക്കിൾ വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ ഹൈറ്റ് കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. ബിക്കോസ് ബാൻഡിഡോസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങളെ റൈഡിങ് കംഫർട്ടിനും നിങ്ങളെ പ്രശ്നങ്ങളും നിങ്ങളെ റൈഡിങ് നീഡ്സ് പരിഹരിക്കാനാണ്. സോ ആ ഒരു ഹൈറ്റ് കൂടുതലുള്ള ആളുകൾക്ക് വേണ്ട ഹാൻഡിൽ ബാർ റേസറുകളും റൈഡിങ്ങിന് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നിങ്ങളെ യാത്ര കംഫർട്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ജോലി. സോ ദിസ് ആർ ദ ടോപ്പ് ആക്സസറീസ് വാട്ട് വി ആർ പ്ലാനിങ് ടു ഡെവലപ്പ്. നമ്മൾ ആറിൻ്റെ ടീം ആസ് സൂൺ ആസ് പോസിബിൾ, ഞാനിതൊരു 2 ദിവസം ഓടിച്ചിട്ട് ആ റൈഡിങ് എക്സ്പീരിയൻസും കൂടെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ കയ്യിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ വെച്ചിട്ടുള്ളത്. ഇത്രയും പെട്ടെന്ന് R&Dക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദിസ് ആർ ദ ആക്സസറീസ് വാട്ട് വി ഹാവ് പ്ലാൻ ടു ഡെവലപ്പ്. ബൈക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആസ് ഐ സെഡ്, നമ്മളെ ലോഞ്ച് വീഡിയോയിൽ നമ്മൾ ബൈക്കിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾ ഓടിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നുള്ളത്. ഇഫ് യു വോണ്ട് ടു ഡെവലപ്പ് എനി പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലേ, നിങ്ങൾ വണ്ടി ഈ ഒരു CB200 വാങ്ങിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഞാൻ പറഞ്ഞതല്ലാതെ വേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ബിക്കോസ് യുവർ കമൻറ്റ്സ് ആർ വെരി വാല്യുബിൾ. അതെല്ലാം നമ്മൾ പരിശോധിച്ചതിന് ശേഷം വി വിൽ ബി മേക്കിംഗ് ദാറ്റ് പ്രോഡക്റ്റ്. അത് ഇനി ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് വേണമെന്നില്ല കേട്ടോ, നിങ്ങളെ മോട്ടോർ സൈക്കിൾ ഏതുമാവട്ടെ, യുവർ കമൻറ്റ്സ് ആർ വെരി വാല്യുബിൾ. നിങ്ങൾ ഒരുപാട് കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു മോട്ടോർ സൈക്കിളിന് എന്തെങ്കിലും വേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കമൻറ്റ് ഒരിക്കലും മറക്കണ്ട. എന്ത് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിലും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. സോ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരുപാട് മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ കോണ്ടന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാനലിൽ മോട്ടോർ സൈക്കിൾ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് യു ഡോണ്ട് വോണ്ട് ടു മിസ് എനി മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ കോണ്ടന്റ്. യു ഡോണ്ട് വോണ്ട് ടു മിസ് എനി product related content. You don't want to miss any launch content. So this is Murshid Bandidos. Don't forget to press the bell icon. See you on the next video. Thank you so much.